ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാൻഡ് ഡ്യൂൺ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, സാൻഡ് ഡ്യൂൺസ് സ്റ്റെബിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചെറിയ പോർഷനാണ്. നമ്മൾ ഇന്ന് 3 ടോപ്പിക്സ് കവർ ചെയ്യും. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് സാൻഡ് ഡ്യൂൺ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, സാൻഡ് ഡ്യൂൺസ് എന്താ നമുക്കറിയാം അല്ലെ? പല മണൽ കൂനകളെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is a hill or ridge of sand formed by the deposition of wind-blown sand particles. Wind-blown sand particlesന്റെ ഒരു ഡെപ്പോസിഷനെയാണ് സാൻഡ് ഡ്യൂൺസ് അല്ലെങ്കിൽ മണൽ കൂനകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഓക്കെ, ദർ ഫോംഡ് ബൈ വിൻഡ് ആക്ഷൻ. വിൻഡ് ആക്ഷൻ കൊണ്ട് ഫോം ചെയ്യുന്നതാണ്. And they are common in desert and coastal areas. They constantly change shape due to wind and they can migrate over time. അപ്പൊ ഇതൊക്കെയാണ് സാൻഡ് ഡ്യൂൺസിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ നമ്മളിവിടെ പറഞ്ഞു ഫോംഡ് ബൈ വിൻഡ് ആക്ഷൻ ആണെന്ന്. അതായത് വിൻഡ് ആക്ഷൻ കൊണ്ടാണ് ഇത് ഫോം ആവുന്നത്, അല്ലെങ്കിൽ ഇത് ഷേപ്പ് ഫോം ചെയ്യുന്നത്. ചില സാൻഡ് ഡ്യൂൺസ് മറൈൻ ആക്ഷൻ കൊണ്ടും ഫോം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാട്ടറിന്റെ ആക്ഷൻ കൊണ്ട്. ഇത് ആലപ്പുഴയിലെ പള്ളിപ്പുറം എന്ന സ്ഥലങ്ങൾക്കാണ് കാണുന്ന മണൽ കൂനുകളാണ്. പഞ്ചാര മണൽ എന്ന് വിളിക്കും ഇതിനെ. ഇത് വളരെ കോമൺ ആയിരുന്നു. ഇപ്പം വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കാണാനുള്ളൂ. ഇതെങ്ങനെയാണ് ഫോം ആയേക്കുന്നത്? സി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബിഫോർ ഇവിടെ എന്തായിരുന്നു? ഇവിടെ കടലായിരുന്നു. ഓക്കെ, സോ കടലായിരുന്നു. കടൽ പിൻവാങ്ങി വന്ന സ്ഥലമാണ് ഈ ഏരിയാസ് എന്ന് പറയുന്നത്, കേരളത്തിന്റെ ഒരു മെജോറിറ്റി ഓഫ് ഏരിയ. അപ്പം കടൽ പുറകോട്ട് പോകുമ്പോൾ ഇവിടെ എന്താ സാൻഡ് ഡെപ്പോസിഷൻസ് ഉണ്ടാവും. ഈ ഡെപ്പോസിറ്റഡ് ആയ സാൻഡിനെ വിൻഡ് ഷേപ്പ് ചെയ്യും. വിൻഡ് ഷേപ്പ് ചെയ്ത് ഉണ്ടാവുന്ന കൂനകളാണ് ഇത്. ഓക്കെ, പിന്നെ അതിനകത്ത് ഒരുപാട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് അതിന്റെ ഷേപ്പ് ഒക്കെ മാറ്റപ്പെടാൻ ചുറ്റും വെജിറ്റേഷൻസ് വന്നു. കുറെയൊക്കെ നമ്മൾ വീടുണ്ടാക്കാൻ കൺസ്ട്രക്ഷൻ പർപ്പസസിനൊക്കെ ആയിട്ട് കുറെ വിറ്റു. ഓക്കെ, സോ ഇത് ഇപ്പൊ വളരെ റെയർ ഫിനോമിനാണ്. ആൻഡ് ദേ വർ ഫോം ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് സീ ആൻഡ് വിൻഡ്. ഓക്കെ, പിന്നെ പക്ഷെ അത് അൺകോമൺ ആണ്. കോമൺ സാൻഡ് ഡ്യൂൺസ് ദേ ആർ യൂഷ്വലി ഫോംഡ് ഇൻ ഡെസേർട്ട് ഏരിയാസ് ദാറ്റ് വി വിൽ സീ ഓർ ദാറ്റ് വി വിൽ ഡിസ്കസ്. ആൻഡ് ഫോർമേഷൻ ഓഫ് സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇനീഷ്യലി വെതറിംഗ് ഓഫ് റോക്സ് വെതർ ആവുന്നു. വെതറിംഗിന്റെ സമയത്ത് ലൂസ് അല്ലെങ്കിൽ കോഴ്സ് സാൻഡ് പാർട്ടിക്കിൾസ് അവിടെ ഫോം ചെയ്യപ്പെടുന്നു. ഹൈ വിൻഡ് ആക്ഷൻ ഉള്ള ഏരിയാസ് ആയിരിക്കും ഇവിടെ വിൻഡ് ഇറോഷൻ ഉണ്ടാവും. ഓക്കെ, ദെൻ വിൻഡ് ഇറോഷൻ എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെപ്പോസിഷനെയാണ് നമ്മൾ ഇറോഷൻ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ആണ്. ദെൻ ഇറ്റ് വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് അറ്റ് സം പ്ലേസ്. ഡെപ്പോസിഷൻ സംഭവിക്കുന്നു, സാൻഡ് ഡ്യൂൺസ് ഫോം ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. റോക്സ് വെതർ ചെയ്യുന്നു. എല്ലായിടത്തും റോക്സ് വെതർ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് എല്ലായിടത്തും സാൻഡ് ഡ്യൂൺസ് ഇല്ല? ഓക്കെ, സോ ഇത് ക്ലൈമറ്റിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വളരെ ആരിഡ് അല്ലെങ്കിൽ സെമി ആരിഡ് കണ്ടീഷൻസിലാണ് യൂഷ്വലി സാൻഡ് ഡ്യൂൺസ് കാണാറുള്ളത്. എന്തുകൊണ്ടാണ്? യൂഷ്വലി വെതറിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? വെജിറ്റേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് സംഭവിക്കും. അപ്പൊ വെജിറ്റേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് സംഭവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയാസിലാണ് സാൻഡ് ഡ്യൂൺസ് യൂഷ്വലി ഫോം ആവുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് വെജിറ്റേഷൻ എസ്റ്റാബ്ലിഷിനെ പ്രിവെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? അതിലൊന്നാണ് ഹൈ ടെമ്പറേച്ചർ, ലോ ഹ്യൂമിഡിറ്റി. ഓക്കെ, മേ ബി പേരന്റ് മെറ്റീരിയൽ ലെസ് ഫെർട്ടൈൽ ആയിരിക്കാം. ഓക്കെ, ഹൈ വിൻഡ് വെലോസിറ്റി ഉള്ളിടത്ത് പ്ലാന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ലീഫ് ഇഞ്ചുറി ഉണ്ടാവും. ഓക്കെ, നമ്മളത് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. ഓക്കെ, സോ ദർ ആർ ലോട്ട് ഓഫ് കൺസ്ട്രെയിൻസ് ഇൻ സച്ച് ഏരിയാസ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വെജിറ്റേഷൻ. സോ വെജിറ്റേഷൻ എസ്റ്റാബ്ലിഷ്മെന്റിൽ അഡ്വേഴ്സ് കണ്ടീഷൻ ആണ് ആൻഡ് ഹൈ വിൻഡ് ഉണ്ടെങ്കിൽ അവിടെ സാൻഡ് ഡ്യൂൺസ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ലെസ് റെയിൻഫോൾ. നമ്മൾ ആരിഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ലെസ് റെയിൻഫോൾ ഈസ് ഓൾസോ വൺ ഓഫ് ദ കണ്ടീഷൻ. ഇനി ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്ട്രോങ് ആൻഡ് പെർസിസ്റ്റന്റ് വിൻഡ്സ്. വളരെ സ്ട്രോങ് ആൻഡ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് വിൻഡ്സ് ഉള്ള സ്ഥലങ്ങളിൽ സാൻഡ് ആൻഡ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. അബണ്ടന്റ് ലൂസ് സാൻഡ്. ഓക്കെ, സാൻഡ് ആണ് ഇവിടെ മെയിൻ. അപ്പം സാൻഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുണ്ടാണെങ്കിൽ അവിടെ സാൻഡ് ഡ്യൂൺസ് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻ ഫേവറബിൾ കണ്ടീഷനാണ്.
സ്പാർസ് വെജിറ്റേഷൻ, ഡ്രൈ ക്ലൈമറ്റ്, ഫ്ലാറ്റ് ഓപ്പൺ ലാൻഡ്. ഓക്കെ, ഹില്ലി ഏരിയാസിനൊക്കെ കൂടുതലും ഓപ്പൺ ലാൻഡിലാണ് സാൻഡ് ഡ്യൂൺസ് കൂടുതൽ ഫോം ആവുക. കാര്യം വിൻഡ് മൂവ്മെന്റിന് അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഓക്കെ, ഇനി there are different types of sand dunes. Okay, Birchen, transverse, linear, parabolic and star. Birchen എങ്ങനെയാണ്? ക്രസന്റ് ഷേപ്പ്. നിങ്ങൾ സൈഡിലെ ഇമേജ് കാണാൻ പറ്റും. ആരോസ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആരോസ് കാണിക്കുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാൻഡ് ഡ്യൂൺസിന് ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്. ബേർച്ചനിൽ ക്രസന്റ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഹാഫ് മൂൺ ഷേപ്പിലാണ് ബേർച്ചൻ ഡ്യൂൺസിൽ ഉണ്ടാവുക, സാൻഡ് ഡ്യൂൺസ് ഉണ്ടാവുക. ട്രാൻസ്വേഴ്സിൽ ലോങ് റിഡ്ജസ് ആണ്. ഓക്കെ, അതായത് വിൻഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് ഉണ്ടാവുക. ദെൻ ലീനിയർ ഡ്യൂൺസ്. ലീനിയർ ഡ്യൂൺസ് എങ്ങനെയാണ്? പാരലൽ റിഡ്ജസ് ആയിരിക്കും. ഓരോ റിഡ്ജസും പാരലൽ ആയിരിക്കും. മറ്റതില് വിൻഡ് ഡയറക്ഷനും പാരലൽ ആയിരിക്കും, ഓരോ ഡ്യൂൺസും പാരലൽ ആയിരിക്കും. ഓക്കെ, മറ്റത് പാരലൽ ആവാം, പക്ഷെ വിൻഡ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും ട്രാൻസ്വേഴ്സിന്റെ കേസിൽ. ദെൻ പാരബോളിക്, അതൊരു യു ഷേപ്ഡ് ഡ്യൂൺസിനെയാണ്. കോസ്റ്റൽ ഏരിയാസിൽ കാണപ്പെടുന്നതാണ് കൂടുതലും പാരബോളിക് ഡ്യൂൺസ്. ദെൻ സ്റ്റാർ അല്ലെങ്കിൽ മൾട്ടി ആംഡ് ഡ്യൂൺസ്. പല സൈഡിൽ നിന്നുള്ള വിൻഡ് മൂവ്മെന്റ്സ് കാരണം ഉണ്ടാവുന്ന ഡ്യൂൺസിനെയാണ് സ്റ്റാർ ടൈപ്പ് അല്ലെങ്കിൽ മൾട്ടി ആംഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇൻ ഇന്ത്യ. മേജർ ഏരിയാസ് എന്ന് പറയുന്നത് ഥാർ ഡെസേർട്ട്, രാജസ്ഥാനിലാണ് ഇത് ഏറ്റവും കൂടുതൽ സാൻഡ് ഡ്യൂൺസ് ഉള്ളത്. അതാണ് നമ്മുടെ മേജർ ഡെസേർട്ട്. ദെൻ ഗുജറാത്ത്, കോസ്റ്റൽ ഒഡീഷ, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ് ആൻഡ് കേരള കോസ്റ്റ്. കേരള കോസ്റ്റിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇറ്റ് ഈസ് വെരി റെയർലി ഒബ്സർവ്, ഈവൻ ദോ അറ്റ് സം പ്ലേസ് ഇറ്റ് എക്സിസ്റ്റ്. ഓക്കെ, സോ മേജർ ഏരിയ എന്ന് പറയുന്നത് ഥാർ ഡെസേർട്ട് തന്നെയാണ് രാജസ്ഥാനിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സാൻഡ് ഡ്യൂൺസ് എന്ന് നമ്മൾ കണ്ടു. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രശ്നം? ഓക്കെ, എന്താണ് ഇവിടുത്തെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ബറിയൽ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. നമുക്കറിയാം ഇന്ത്യ ഈസ് സ്ട്രഗ്ലിംഗ് ടു ഇൻക്രീസ് അവർ പ്രൊഡക്ടിവിറ്റി. കാരണം മാക്സിമം ലാൻഡ് ഈസ് അണ്ടർ പ്രൊഡക്ഷൻ. ഓക്കെ, നമുക്ക് അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഉണ്ട്, ഫോറസ്റ്റ് ലാൻഡ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് അൺപ്രൊഡക്റ്റീവ് ലാൻഡ്സ് ഉണ്ട്. ആൻഡ് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പൊ ഇൻക്രീസിങ് പോപ്പുലേഷന് ഫീഡ് ചെയ്യാൻ ആവശ്യമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താ? അവൈലബിൾ ലാൻഡ്സിൽ നിന്നാണ്. സോ നമ്മളത് പ്രൈമറി എയിം എന്താ? നമ്മൾ വിൽ ട്രൈ ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, ബിക്കോസ് ലാൻഡ് ഈസ് എ ലിമിറ്റഡ് റിസോഴ്സ്. നൗ സെക്കൻഡ് ഇൻട്രസ്റ്റ് ഈസ് ഹൗ ടു മേക്ക് അൺപ്രൊഡക്റ്റീവ് ലാൻഡ് പ്രൊഡക്റ്റീവ്. അതാണ് നമ്മുടെ സെക്കൻഡ് ഇൻട്രസ്റ്റ്. സി, സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെസേർട്ട് ഏരിയാസ് എന്ന് പറയുന്നത് ദേ ആർ അൺപ്രൊഡക്റ്റീവ് ലാൻഡ്. യു കനോട്ട് ഗ്രോ എനിത്തിങ് ദർ. So it is actually a potential agricultural land, but you cannot grow anything. Vegetation establishment is very difficult. So agricultural lands get buried under sand dunes. പിന്നെ ഒരു സാൻഡ് ഡ്യൂൺ ഉള്ള ഒരു ഏരിയ എന്ന് വിചാരിക്കുക, നിയർ ഒരു ഡെസേർട്ട് ഏരിയ. നിയർ ടു ദാറ്റ് ഏരിയ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡ് ഉണ്ടെങ്കിൽ ഡ്യൂറിംഗ് വിൻഡ് ഇറോഷൻ വാട്ട് ഹാപ്പൻസ്? ദിസ് സാൻഡ് മേ ഷിഫ്റ്റ് ടു ദ അഗ്രികൾച്ചറൽ ഫീൽഡ്. നമ്മൾ നേരത്തെ ഒരു ലൈനിൽ കണ്ടിരുന്നു, സാൻഡ് ഡ്യൂൺസ് വിൽ മൈഗ്രേറ്റ് ഓവർ ടൈം. ദേ ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. സാൻഡ് ഡ്യൂൺസിന്റെ ഷേപ്പ് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കും. വിൻഡ് ആക്ഷൻ അല്ലെങ്കിൽ വിൻഡിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് അതിന്റെ ഷേപ്പ് മാറും, അതിന്റെ പൊസിഷൻ മാറാം. സോ നിയർ ബൈ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡ് ഉണ്ടെങ്കിൽ ഇറ്റ് മേ ഗെറ്റ് ബറിഡ് അണ്ടർ ദീസ് സാൻഡ് ഡ്യൂൺസ് ഓവർ ടൈം. ദെൻ ഡാമേജ് ടു റോഡ്സ് ആൻഡ് റെയിൽവേസ്. റോഡ് same issues ആണ്. Sand dunes, they migrate, they can move from one place to another due to the action of wind. അപ്പൊ ഇത് റോഡ്സിനെയും റെയിൽവേസിനെയൊക്കെ ബറി ചെയ്യാം. എൻക്രോച്ച്മെന്റ് ഇൻ വില്ലേജസ്. നമ്മള് ഡസ്റ്റ് സ്റ്റോം കണ്ടിരുന്നു അല്ലെ? ഇതും രാജസ്ഥാൻ പോലുള്ള ഏരിയകളിൽ കോമൺ ആയിട്ടുള്ളതാണ്. ഡസ്റ്റ് സ്റ്റോം ക്യാരീസ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ്. എവിടുന്ന സാൻഡ് വരുന്നത്? ഫ്രം ദ ഡെസേർട്ട് അല്ലെങ്കിൽ ഫ്രം ഡിഫറെന്റ് സാൻഡ് ഡ്യൂൺസ്. ഓക്കെ, സോ ഈ സാൻഡ് ഇവിടെ പോകും, വില്ലേജസ് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ഡെപ്പോസിറ്റ് ആയാലുള്ള ഇഷ്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, വെഹിക്കിൾസിൽ ഇഷ്യൂസ് ഉണ്ടാവും, ഓക്കെ, മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കും. ഓക്കെ, ദെൻ വിൻഡ് ഇറോഷൻ, ലോസ് ഓഫ് വെജിറ്റേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സാൻഡ് ഡ്യൂൺസിന്റെ ഇഷ്യൂ. ഡെസേർട്ട് കൂടുതൽ ഏരിയ കൈയടക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ എയിം എന്താണ്? വി ഷുഡ് റെഡ്യൂസ് ദ ഡെസേർട്ട് ഏരിയ. ഓക്കെ,
ഡെസർട്ടിഫിക്കേഷൻ ഒരു പ്രോബ്ലം കണ്ടീഷൻ ആണ്, പ്രോബ്ലമാറ്റിക് സോയിലാണ്. അപ്പൊ നമ്മൾ അതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു റെഡ്യൂസ് ഡെസർട്ടിഫിക്കേഷൻ. പക്ഷേ സാൻഡ് ഡ്യൂൺസ് പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ഡെസർട്ടിഫിക്കേഷൻ. സോ വാട്ട് വി ക്യാൻ ഡു, വി ഹാവ് ടു സ്റ്റെബിലൈസ് ദ sand dunes. Okay, why should we stabilize the sand dunes? Without stabilization, sand will start to move, or sand will keep on moving. ഇതെന്ത് ചെയ്യും? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ക്രോപ്പ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ്. ക്രോപ്പ് ഡാമേജ് ഉണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജസ് ഉണ്ടാവും. ഇവൻച്വലി ഫെർട്ടൈൽ സാൻഡ് നഷ്ടപ്പെടും. നമുക്കറിയാം ടോപ്പ് 15 സെന്റിമീറ്റർ ആണ് നമ്മൾ സോയിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ടോപ്പ് 15 സെന്റിമീറ്റർ സോയിൽ എടുക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാ? അഗ്രികൾച്ചറലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സോയിൽ എന്ന് പറയുന്നത് ടോപ്പ് 15 സെന്റിമീറ്റർ ആണ്, സംടൈംസ് അപ് ടു 30 സെന്റിമീറ്റർ. കാര്യം എന്താ? ഇതിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, സോ ഇമാജിൻ ഒരു ഫെർട്ടൈൽ സാൻഡ് സോയിൽ ഉണ്ട്. ഇവിടേക്ക് ഒരു സാൻഡ് സ്റ്റോമിന് ശേഷം ഒരു ഹെവി വിൻഡിന് ശേഷം അവിടെ ഒരു ഫ്യൂ ഇഞ്ചസ് തിക്ക് സാൻഡ് വന്ന് അടിയുകയാണ്. ഓക്കെ ഓക്കെ ഒരു 4 ഇഞ്ചസ് തിക്ക് സാൻഡ് വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ടോപ്പ് സോയിൽ മാറി, ടോപ്പ് സോയിൽ ബെറീഡ് ആയി. ഓക്കെ, ഫെർട്ടൈൽ സോയിൽ പോയി, ഫെർട്ടൈൽ സാൻഡ് നഷ്ടപ്പെട്ടു. ഓക്കെ, സോ ദാറ്റ്സ് എ ഹ്യൂജ് എക്കണോമിക് ലോസ് ടു ദ ഫാമർ. ഓക്കെ, ഇനി there are two principles for sand dune stabilization. എന്തൊക്കെയാ? ഫസ്റ്റ് വൺ, വിൻഡ് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ, സാൻഡ് പാർട്ടിക്കിൾസിനെ ബൈൻഡ് ചെയ്യുക. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു വിൻഡ് വെലോസിറ്റി കുറയ്ക്കുന്നത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അല്ലേ? 50% വിൻഡ് വെലോസിറ്റി കുറച്ചു കഴിഞ്ഞാൽ 95% വരെ ഇറോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ബിക്കോസ് ഓഫ് ദെയർ എക്സ്പോണൻഷ്യൽ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഫസ്റ്റ് ടൈം എന്താണ്? വിൻഡ് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ, സാൻഡ് പാർട്ടിക്കിൾസിനെ അഗ്രഗേറ്റ് ചെയ്യുക. അതായത് അഗ്രഗേഷൻ, നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് മാറ്റർ കണ്ടന്റ് ഉണ്ടെങ്കിൽ സോയിൽ അഗ്രഗേഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ? സോയിലിനെ അത് ബൈൻഡ് ചെയ്യും. ഓർഗാനിക് മാറ്റർ വിൽ ബൈൻഡ് ദ സോയിൽ ടുഗദർ. ഈ സാൻഡ് ഡ്യൂൺസിന്റെ പ്രശ്നം എന്താണ്? ദർ ഈസ് നോ ഓർ വെരി ലെസ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ അവിടെ ഇല്ല. എന്തുകൊണ്ട് അവിടെ ഇല്ല? ബിക്കോസ് there were no vegetation, there were no roots, okay, no microbial activity. സോ ഇവിടെ ബൈൻഡിങ് ഇല്ല. അപ്പം സാൻഡ് ഡ്യൂൺസിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബൈൻഡ് ചെയ്യണം. ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ കാണാൻ പോകുന്നത്. ഓക്കെ, സി ഫസ്റ്റ് വൺ, മെക്കാനിക്കൽ മെത്തേഡ്സ്. ഫസ്റ്റ്, ഫെൻസസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, എവിടെയാണോ നമുക്ക് സാൻഡ് ഡ്യൂൺ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത്, യു ഹാവ് ടു ക്രിയേറ്റ് സ്മോൾ ഫെൻസസ്. എന്തിനാണ് ഫെൻസ് എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണാം. ഓക്കെ, നൗ യു ജസ്റ്റ് സി വി ഷുഡ് എസ്റ്റാബ്ലിഷ് ഫെൻസസ്. സെക്കൻഡ് വൺ, സ്ട്രോ ചെക്കർ ബോർഡ് ബാരിയേഴ്സ്. അതായത് ഡിഫറെന്റ് സ്മോൾ പ്ലോട്ട്സ് ആയിട്ട് ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക യൂസിങ് സ്ട്രോ. വൈക്കോൽ, അല്ലെങ്കിൽ വൈക്കോൽ വെച്ചാൽ അവിടെ അവൈലബിൾ ചിലപ്പോൾ മെയ്സിന്റെ സ്റ്റോക്ക് ആയിരിക്കാം. ഓക്കെ, വാട്ട് എവർ സ്റ്റബിൾസ് യു ഹാവ് ടു യൂസ് ഇറ്റ് ടു മേക്ക് എ ചെക്കർ ബോർഡ് ബാരിയേഴ്സ്. ചെറിയ ചെറിയ ബോക്സ് ആയിട്ട് നമ്മൾ ഈ ഏരിയയെ, ഏത് ഏരിയയാണോ നമുക്ക് റിക്കവർ ചെയ്യേണ്ട ആ ഏരിയ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. അതിന്റെ കൺസെപ്റ്റ് നമുക്ക് ഒരു കേസ് സ്റ്റഡി ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കാണാം. ഓക്കെ, ദെൻ സാൻഡ് ഗ്രിഡ് ബാരിയേഴ്സ്. സാൻഡ് യൂസ് ചെയ്ത് തന്നെ സാൻഡ് മൂവ്മെന്റിനെ കുറയ്ക്കുക. വലിയ പോളിത്തീൻ ട്യൂബ്സ് പോലെയുള്ള കവറിനകത്തേക്ക് നമ്മൾ സാൻഡ് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഇത് ചെക്കർ ബോർഡ്സ് പോലെ പ്ലാൻ ചെയ്യും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? വിൻഡിന്റെ വെലോസിറ്റി ഇത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഓപ്പൺ ഏരിയ ആണെങ്കിൽ വിൻഡിന് കൂടുതൽ സാൻഡിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ഇത് സ്മോൾ സ്മോൾ ബ്ലോക്സ് ആയിട്ട് കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിൻഡിന്റെ പവർ വളരെ അധികം കുറയും. ഓക്കെ, വളരെയധികം കുറയും. വിൻഡ് ഇറോഷൻ വളരെയധികം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ബ്രഷ് വുഡ് ബാരിയേഴ്സ്. ഓക്കെ, ബ്രഷ് വുഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലോഗ് അല്ല, നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉള്ള വുഡൻ പീസസിനാണ് ബ്രഷ് വുഡ് എന്ന് പറയുന്നത്. ബ്രഷ് വുഡ് യൂസ് ചെയ്ത് ചെക്കർ ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. ചെക്കർ ബോർഡ്സ് സ്മോൾ കോളംസ്. ഓക്കെ, ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുക ടു ഇതിന്റെ ഉദ്ദേശം എന്താണ്? വിൻഡ് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ കണ്ട മെക്കാനിക്കൽ മെത്തേഡ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് വെജിറ്റേറ്റീവ് സ്റ്റെബിലൈസേഷൻ. ഡിഫറെന്റ് വെജിറ്റേറ്റീവ് മെത്തേഡ്സിലൂടെ നമ്മൾ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യണം. സി, യു ഹാവ് ടു പ്ലാന്റ് ഗ്രാസസ്, ദെൻ ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ shrubs ആൻഡ് ദെൻ ട്രീസ്. ഡയറക്റ്റ് ട്രീ പ്ലാന്റേഷൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനീഷ്യലി ഗ്രാസ് പ്ലാന്റ്. ഗ്രാസിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഷാലോ റൂട്ട്സ് ആണ് അല്ലെ? ഷാലോ റൂട്ട്സ് ആണ്, വെള്ളം വളരെ കുറച്ച് മതിയാവും. ഓക്കെ,
സോ ലോ മോയ്സ്ചർ കണ്ടീഷൻ, ലോ ന്യൂട്രിയൻ കണ്ടീഷൻ ആയിരിക്കും ഇനീഷ്യലി ഉണ്ടാകുക. അപ്പൊ ഈ സ്റ്റേജിൽ നമ്മൾ ഗ്രാസ് പ്ലാന്റ് ചെയ്യും. ഗ്രാസ് പ്ലാന്റ് ചെയ്യുമ്പോൾ ഷാലോ ഫൈബ്രസ് റൂട്ട് ആണ്. ഗ്രാസ് എന്ത് ചെയ്യും? ദേ വിൽ ഹോൾഡ് ദ സോയിൽ ടുഗദർ. ഓവർ ദി ടൈം ദേ വിൽ ആഡ് ഓർഗാനിക് മാറ്റർ ടു ദ സോയിൽ. ഓക്കെ, ആ ഗ്രാസ് ഡെത്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും? ആ റൂട്ട് ഇറ്റ് വിൽ ബി ആക്ട് ആസ് ആൻ ഓർഗാനിക് മാറ്റർ. ഓക്കെ, സോ അങ്ങനെ ഇവൻച്വലി ഓർഗാനിക് മാറ്റർ കണ്ടന്റ് സോയിൽ ഇൻക്രീസ് ആവും, സോയിലിനെ ബൈൻഡ് ചെയ്യപ്പെടും. സോയിൽ ബൈൻഡ് ചെയ്യുക മീൻസ് സോയിലിന്റെ മൂവ്മെന്റ് കുറയും, ഇറോഷൻ ലോസ് കുറയും, ഇവൻച്വലി സോയിൽ മോയ്സ്ചർ കണ്ടന്റ് ഇൻക്രീസ് ആവും. സോ അവിടെ നെക്സ്റ്റ് സ്റ്റേജ് ഷ്രബ്സിന് വളരാനുള്ള കണ്ടീഷൻസ് കിട്ടും. കുറെ ഷ്രബ്സ് വളർന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ ട്രീസിന് വളരാനുള്ള കണ്ടീഷൻസ്, ഫേവറബിൾ കണ്ടീഷൻസ് അവിടെ കിട്ടും. സോ ദിസ് ഷുഡ് ബി ദ ഹൈറാർക്കി. What they will do, vegetative stabilization, it will increase root binding, it will protect the soil, they will reduce the wind speed, and they will eventually leads to permanent stabilization. ഇനി എന്തൊക്കെയാണ് സ്യൂട്ടബിൾ പ്ലാന്റ് സ്പീഷീസ്? സി, ഗ്രാസസ്, സെവൻ ഗ്രാസ് അല്ലെങ്കിൽ കിങ് ഓഫ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ഗ്രാസ്, ബഫൽ ഗ്രാസ് ആൻഡ് ഡെസേർട്ട് പാനിക് ഗ്രാസ്. ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രാസ് ദാറ്റ് ആർ ഒബ്സർവ്ഡ് ഇൻ ദീസ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ദേ ആർ കേപ്പബിൾ ടു ഗ്രോ ഇൻ ദീസ് കണ്ടീഷൻസ്. നിങ്ങൾ എന്താണ് ഇതിന്റെ സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഈ ഗ്രാസിനെല്ലാത്തിനും നാരോ ലീഫാണ്. ഓക്കെ, നാരോ ലീഫ്. എന്താണ് നാരോ ലീഫിന്റെ അഡ്വാൻറ്റേജ്? ഇവാപറേഷൻ ലോസ് കുറവായിരിക്കും. വിൻഡ് അല്ലെങ്കിൽ നമ്മള് സോയിൽ സാൻഡ് ബ്ലാസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ ലാസ്റ്റ് ക്ലാസ്സിൽ. ഹൈ വെലോസിറ്റിയിൽ സാൻഡ് വന്ന് ഒരു ലീഫിൽ വീഴുമ്പോൾ ഇറ്റ് വിൽ ഇഞ്ചുർ ദ ലീഫ്. സോ വെൻ ദ ലീഫ് ഏരിയ ഇസ് മോർ, ഇഞ്ചുറി ഈസ് മോർ. ഇതിന്റെ ലീഫ് ഏരിയ എന്താണ്? വളരെ കുറവാണ്. സോ സാൻഡ് ബ്ലാസ്റ്റിംഗ് കൊണ്ടുള്ള ഇഞ്ചുറി കുറയ്ക്കാൻ സാധിക്കും. വിൻഡ് ഇറോഷൻ ഇതിനെ എഫക്ട് ചെയ്യത്തില്ല അധികം, അല്ലെങ്കിൽ വിൻഡ് ഇറോഷൻ എഫക്ട്സ്, ഓക്കെ, ദേ ആർ റെസിസ്റ്റന്റ് ടു ദാറ്റ്. വിൻഡ് മൂവ്മെന്റ് ഈ പ്ലാന്റ്സിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തില്ല, ബിക്കോസ് ദർ ഇസ് നത്തിങ് ടു ക്യാച്ച് വിൻഡ് അല്ലെ, വളരെ തിൻ ലീവ്സ് ആൻഡ് ബ്രാഞ്ചസ് ആണ്. ദെൻ ഇവാപറേഷൻ ലോസ് വളരെ കുറവായിരിക്കും. വളരെ ഹാർഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ മൂന്ന് ഗ്രാസസും. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ ഏത് ആരിഡ് കണ്ടീഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് നോക്കുവാണെങ്കിലും അതിന്റെ ലീഫ് ഏരിയ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ്, ഷ്രബ്സ്, ഫോഗ് ആൻഡ് കീപ്. ഓക്കെ, ഇതും ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷ്രബ്സ് ആണ്. ദേ ആർ കോമൺലി ഫൗണ്ട് ഇൻ ദീസ് ഡെസേർട്ട് ഏരിയാസ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? വളരെ നാരോ ലീഫാണ്. ഓക്കെ, സോ ഇതൊരു അഡാപ്റ്റേഷൻ ആണ്. ഓക്കെ, ആൻഡ് ദിസ് അഡാപ്റ്റേഷൻ ഈസ് നെസസറി ടു ഗ്രോ ഇൻ such harsh climate. Okay, next, suitable tree species. Okay, umbrella thorn, kedgeree tree and whistling pine. ഇത് few examples മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ few examples of trees that can grow in adverse climatic conditions. ഓക്കെ, ഇതിന്റെ ഡീപ് റൂട്ട് സിസ്റ്റം. ഓക്കെ, ട്രീസ് ആണ്. ഓക്കെ, ട്രീസ് ആയപ്പോഴത്തേക്ക് ഡീപ് റൂട്ട് സിസ്റ്റം ആണ്. ഓക്കെ, വളരെ താഴത്ത് പോയിട്ട് വാട്ടർ അക്യുമുലേറ്റ് ചെയ്യാൻ കഴിവുള്ള റൂട്ട്സ് ആയിരിക്കും. സ്ട്രോങ് വുഡ് ആയിരിക്കും. വളരെ നാരോ ലീഫ് ആയിരിക്കും. വാട്ടർ റിക്വയർമെന്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, ദേ ആർ വെരി ഹാർഡി ട്രീസ്. ഓക്കെ, സോ ദീസ് ആർ സം suitable plant species which are recommended for the sand dune stabilization. ഇനി then what we can do? Shelter beds and or windbreaks. ഇതൊരു സിനോണിമസ് ടേംസ് ആണ്. സംടൈംസ് we say shelter beds, sometimes windbreaks. ചില ബുക്സിൽ മാത്രം windbreak എന്ന് പറഞ്ഞാൽ few rows of trees ആണ്, shelter beds more rows of trees ആണെന്നും പറയുന്നുണ്ട്. പക്ഷെ ബട്ട് യൂഷ്വലി we use these terms interchange. Okay, so what are they? Rows of trees planted perpendicular to the prevailing wind. വിൻഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലാന്റ് ചെയ്യുന്ന റോസ് ഓഫ് ട്രീസിനെയാണ് ഷെൽട്ടർ ബെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിൻഡ് ബ്രേക്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്താണ്? ടു റെഡ്യൂസ് ദ വിൻഡ് വെലോസിറ്റി, പ്രിവെന്റ് സാൻഡ് മൂവ്മെന്റ് ആൻഡ് പ്രൊട്ടക്ട് ദ ക്രോപ്സ്. ഇതാണ് ഇവയുടെ ഫങ്ഷൻസ്. ഇപ്പൊ നമ്മൾ ടു മെത്തേഡ്സ് കണ്ടു, മെക്കാനിക്കൽ ആൻഡ് വെജിറ്റേറ്റീവ്. ദെൻ വാട്ട് ഈസ് ഇന്റഗ്രേറ്റഡ് സാൻഡ് ഡ്യൂൺ സ്റ്റെബിലൈസേഷൻ? എപ്പോഴും ഈ രണ്ട് മെത്തേഡ്സിനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്ട് ഉണ്ടാവൂ. ഓക്കെ, സോ ഫസ്റ്റ് മെക്കാനിക്കൽ ബാരിയേഴ്സ് ഉണ്ടാക്കുക, ദെൻ യു ഹാവ് ടു പ്ലാന്റ് ഗ്രാസ്, ഇറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ shrubs, trees, and then eventually to the permanent stabilization. So engineering should be followed by biology. Okay,
അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് മെത്തേഡ്സ്. ഇനീഷ്യലി എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് ആയിരിക്കും, ദെൻ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ മെത്തേഡ്സ് ആയിരിക്കും, ദെൻ you have to go for vegetative methods for permanent stabilization of sand dunes. ഇനി കേസ് സ്റ്റഡി ഓഫ് FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നടത്തിയ ഒരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ, സോ ഇതൊരു കോമ്പിനേഷൻ ഓഫ് 3 മെഷേഴ്സ് ആണ് ഇവരിവിടെ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫെൻസിങ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫെൻസ് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫെൻസ്? ഫെൻസ് എങ്ങനെയാണ് ഒരു സാൻഡ് ഡ്യൂൺസിന്റെ സ്റ്റെബിലൈസേഷൻ ഹെൽപ്ഫുൾ ആവുക? സോ ഏരിയ ഈസ് ക്ലോസ്ഡ് ബൈ വയർ ഫെൻസിങ്. ഏത് ഏരിയ ആണോ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് ആ ഏരിയ നമ്മൾ വയർ ഫെൻസിങ് കൊണ്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ സർക്കിൾ ചെയ്യണം. വൈ? To prevent exploitation of the area during the rehabilitation phase until vegetation is sufficiently established. അതായത് ഒരു സാൻഡ് ഡ്യൂൺ സ്റ്റെബിലൈസ് ചെയ്തെടുക്കണമെങ്കിൽ മിനിമം 2 to 3 years എടുക്കും. അവിടെ ഒരു ഗ്രാസ് അല്ലെങ്കിൽ ഒരു ഷ്രബ്സ് അവിടെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ, ഷ്രബ് കവർ അല്ലെങ്കിൽ ഒരു വെജിറ്റേറ്റീവ് ഗ്രാസ് കവർ അവിടെ വരണമെങ്കിൽ മിനിമം 2 to 3 years നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ 2 to 3 years ഈ ഏരിയയെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല, ആനിമൽ ഗ്രേസിംഗും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓവർ ഗ്രേസിംഗ് പഠിച്ചിരുന്നു അല്ലേ? നോർമൽ ഏരിയാസിലാണ് നമ്മളത് കമ്പയർ ചെയ്തത്, ഗ്രേസിംഗ് ആൻഡ് ഓവർ ഗ്രേസിംഗ്. ഗ്രേസിംഗിന്റെ ബെനിഫിഷ്യൽ എഫക്ട്സ് നമ്മൾ കണ്ടു, ഓവർ ഗ്രേസിംഗ് കൊണ്ടുള്ള പ്രശ്നവും നമ്മൾ കണ്ടു. ഇതൊരു നോർമൽ മെഡോസ് അല്ലെങ്കിൽ നോർമൽ ഗ്രാസ് റിച്ച് ഏരിയാസിലെ കാര്യമാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത്. പക്ഷെ ദിസ് ഈസ് അനദർ സിനാറിയോ അല്ലെ? ഇവിടെ ഗ്രാസ് ഇല്ല, ഓക്കെ, വളരെ ഒരു വെജിറ്റേഷൻ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഈ ഏരിയയിൽ വെൻ വി ട്രൈ ടു ഗ്രോ സം ഗ്രാസ് വി ഷുഡ് പ്രിവെന്റ് ഗ്രേസിംഗ്. ഓക്കെ, ഇവിടെ ആനിമൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റി ഉണ്ടാവാൻ പാടില്ല, എങ്കിലേ നമുക്ക് ഓവർ ദി ഇയേഴ്സ് ഇവിടെ ഒരു കവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഫെൻസിങ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, കൺസ്ട്രക്ട് മില്ലറ്റ് സ്റ്റോക്ക് പാലിസൈഡ്സ്, അല്ലെങ്കിൽ ചെക്കർ ബോർഡ് പാറ്റേണിൽ മില്ലറ്റിന്റെ സ്റ്റോക്സ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ സ്ട്രോ ചെക്കർ ബോർഡ് കണ്ടല്ലേ? സെയിം തിങ്. അതായത് ലാൻഡിനെ, ഏത് സാൻഡ് ഡ്യൂണിനെയാണ് സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് അവിടെ ചെക്കർ ബോർഡ്സ് പോലെ സ്മോൾ കോളംസ് ക്രിയേറ്റ് ചെയ്യണം. ഈ സൈഡിൽ എന്താണ് അടുക്കി വെച്ചേക്കുന്നത്? മില്ലറ്റിന്റെ സ്റ്റോക്ക്. സോ ഇതെന്ത് ചെയ്യും? ഇത് വിൻഡ് സ്പീഡിനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതായത് വിൻഡ് വെലോസിറ്റി അല്ലെങ്കിൽ ഇറോസീവ് പവർ ഓഫ് വിൻഡ് ഇത് വളരെയധികം കുറയ്ക്കും. അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ, ഓവർ ദി ഇയേഴ്സ് ഇത് ഡീകമ്പോസ് ആവും. ഓവർ ദി ഇയേഴ്സ് ഡീകമ്പോസ് ആയി ഓർഗാനിക് മാറ്റർ കണ്ടന്റ് സോയിലിൽ കൂട്ടും. ഇത് പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ ഓർഗാനിക് മാറ്റർ കണ്ടന്റ് കൂടും. ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇൻക്രീസ് സോയിൽ ബൈൻഡിങ് കൂട്ടും, സോയിൽ സ്റ്റെബിലിറ്റി കൂട്ടും. സോയിൽ സ്റ്റെബിലിറ്റി കൂടി കഴിഞ്ഞാൽ ഇറോഷൻ കുറയും. സോ ഇതെല്ലാം പ്രീ റിക്വസൈറ്റ് ഫോർ വെജിറ്റേഷൻ ഗ്രോത്തും ആണ്. ഓക്കെ, ഇനി തേർഡ് ഫേസിൽ നാച്ചുറൽ റീജനറേഷൻ, പ്ലാന്റിംഗ് ആൻഡ് സീഡിങ് ഓഫ് ആനുവൽ ആൻഡ് പെരിനിയൽ പ്ലാന്റ്സ്. ഓക്കെ, ആ സ്ഥലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആനുവൽ ആൻഡ് പെരിനിയൽ പ്ലാന്റ്സിനെ അവിടെ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നു. സ്റ്റാർട്ട് ഫ്രം ഗ്രാസ്, shrubs and then it will go to trees for soil stabilization. അപ്പൊ ഇതാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഒരു, അവര് നൈഗർ എന്ന് പറഞ്ഞ ഡെസേർട്ട് ഏരിയ ആഫ്രിക്കയിൽ നടത്തിയ ഒരു കേസ് സ്റ്റഡി. ഓക്കെ, അവിടെ എങ്ങനെയാണ് അവര് ഒരു സാൻഡ് ഡ്യൂണിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുള്ള ഇമേജസ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഫെൻസിംഗിൽ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ചെക്കർ ബോർഡ്സ്, ദെൻ നാച്ചുറൽ റീജനറേഷൻ. ഓക്കെ, നമ്മുടെ സാൻഡ് ഡ്യൂൺ സ്റ്റെബിലൈസേഷൻ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ടോപ്പിക്, ഇന്നത്തെ ക്ലാസ്സിലെ സെക്കൻഡ് ടോപ്പിക്സ് ആയിട്ടുള്ള വാട്ടർ വേസ് മാനേജ്മെന്റ് അതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, waterways are natural or constructed channels designed to safely convey excess surface runoff without causing soil erosion. നമ്മൾ നേരത്തെ സോയിൽ ഇറോഷന്റെ കാര്യം ഡിസ്കസ് ചെയ്തല്ലേ? സോയിൽ ഇറോഷന്റെ കേസ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്താണ്? റൺ ഓഫ് കൂടിയാൽ ഇറോഷൻ കൂടും, റൺ ഓഫ് കുറച്ചാൽ ഇറോഷൻ കുറയും. റൺ ഓഫ് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇൻഫിൽട്രേഷൻ റേറ്റ് കൂട്ടണം, ഗ്രാസ് അല്ലെങ്കിൽ കവർ ക്രോപ്സ് ഉണ്ടാവണം, ഡിഫറെന്റ് സ്പീഡ് ബമ്പേഴ്സ് പോലെ ഡിഫറെന്റ്
ക്രോപ്സ് യൂസ് ചെയ്യുന്ന നമ്മൾ ഇതിന്റെ വെലോസിറ്റി കുറയ്ക്കണം. ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ബട്ട് എക്സസീവ് റെയിൻഫോൾ വന്നു കഴിഞ്ഞാൽ ദിസ് വാട്ടർ ഹാസ് ടു ഗോ സംവെയർ അല്ലേ? ഈ വരുന്ന വെള്ളം എങ്ങോട്ടെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് പോകണം. വി ഹാവ് ടു ഡ്രെയിൻ ഇറ്റ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലിനെയാണ് വാട്ടർ വേസ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ ആവാം, കൺസ്ട്രക്റ്റഡ് ആവാം. സി വാട്ടർ വിൽ ഇവൻച്വലി ഫൈൻഡ് എ വേ. അതുകൊണ്ടാണ് നാച്ചുറൽ പാത്വേസ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. എക്സസ് വാട്ടർ വന്നാൽ ഇറ്റ് ഷുഡ് ഫ്ലോ ടു സംവെയർ അല്ലേ? സോ സ്ലോപ്പ് അനുസരിച്ച് വാട്ടർ വിൽ ഫോളോ എ വേ. So that is why they can be natural or they can be constructed channels. നോക്കണം ഫങ്ഷൻസ് എന്താണ്? ടു സേഫ്ലി കൺവേ റൺ ഓഫ്, ടു പ്രിവെന്റ് റിൽ ആൻഡ് ഗള്ളി ഫോർമേഷൻ. റിൽസ് ആൻഡ് ഗള്ളീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻഡ് ദെൻ റെഡ്യൂസ് സോയിൽ ഇറോഷൻ, പ്രൊട്ടക്ട് അഗ്രികൾച്ചറൽ ലാൻഡ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് ഓഫ് വാട്ടർ വേസ്. ഒരു ഹെവി റെയിൻഫോൾ വരുമെന്ന് വിചാരിക്കുക. സർഫസ് റൺ ഓഫ് ഇറ്റ് വിൽ ഇൻക്രീസ്. കോൺസെൻട്രേറ്റഡ് ഫ്ലോ, അതായത് ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ ഇത് ഫ്ലോ ചെയ്യാൻ ആരംഭിക്കും. ഹെവി റെയിൻഫോൾ വരുന്ന സർഫസ് റൺ ഓഫ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഷീറ്റ് ഇറോഷൻ സംഭവിക്കുന്നത്. ഒരു ലാർജ് ഏരിയാസിലൂടെ റൺ ഓഫ് പോകുമ്പോഴാണ് ഷീറ്റ് ഇറോഷൻ സംഭവിക്കുന്നത്. വെൻ ഇറ്റ് ബിക്കം എ കോൺസെൻട്രേറ്റഡ് ഫ്ലോ, കോൺസെൻട്രേറ്റഡ് ഫ്ലോ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് പയ്യെ റിൽ ഇറോഷൻ ആയിട്ട് മാറും. അതായത് large quantity of water is flowing through a single channel or a specific channel. ഇതിലൂടെ പോകുമ്പോഴാണ് ഈ ഡീപ്പൻ ആവുന്നത്. ഓക്കെ, ഇറോഷൻ ആ ഡെപ്ത് കൂടുകയും ഇത് റിൽസ് ആയിട്ട് മാറുകയും ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് ഫ്ലോ എന്ന സ്റ്റേജിലാണ്. ഓക്കെ, അത് തന്നെയാണ് റിൽസ് വലുതായിട്ടാണ് പിന്നെ ഗള്ളീസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വിൽ കോസ് ലോസ് ഓഫ് ഫെർട്ടൈൽ സോയിൽ. ഇനി ടൈപ്സ് ഓഫ് വാട്ടർ വേസ്, നമ്മൾ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ നാച്ചുറൽ വാട്ടർ വേസ്. അത് എക്സിസ്റ്റിംഗ് ഡ്രെയിനേജ് ചാനൽസ് ആണ്. അതായത് വർഷങ്ങളായിട്ടുള്ള വാട്ടറിന്റെ മൂവ്മെന്റ് കാരണം ഫോം ചെയ്യുന്ന വാട്ടർ വേസിനെയാണ് നാച്ചുറൽ വാട്ടർ വേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്ട്രീംസ് ഒരു വാട്ടർ വേ ആണ്. നാച്ചുറൽ ഡിപ്രഷൻസ്, അതായത് സ്ലോപ്സ്. ഓക്കെ, ഒരു ഡിപ്രഷനിലൂടെ ആയിരിക്കും എപ്പോഴും വാട്ടർ ഫ്ലോ ചെയ്യുക ബിക്കോസ് ഓഫ് ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, ദെൻ ആർട്ടിഫിഷ്യൽ വാട്ടർ വേസ്, കൺസ്ട്രക്റ്റഡ് ചാനൽസ്. അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ചാനൽസിനെയാണ് ആർട്ടിഫിഷ്യൽ വാട്ടർ വേസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഗ്രാസ്ഡ് ഓർ ലൈൻഡ് വാട്ടർ വേസ്, ദാറ്റ് വി വിൽ സീ. ഇനി ഗ്രാസ്ഡ് വാട്ടർ വേ എന്താണ്? അതായത് വളരെ ബ്രോഡ് ആയിട്ടുള്ള വളരെ ഷാലോ ആയിട്ടുള്ള ചാനൽ വിച്ച് ഈസ് കവേർഡ് വിത്ത് ഗ്രാസിനെയാണ് നമ്മൾ ഗ്രാസ്ഡ് വാട്ടർ വേ എന്ന് പറയുന്നത്. ഗ്രാസ്ഡ് വാട്ടർ വേ അത്ര കോമൺ അല്ല. ഓക്കെ, അതായത് വളരെ കുറച്ച് ഇറോഷൻ അല്ലെങ്കിൽ വളരെ കുറച്ച് റൺ ഓഫ് ഉള്ള ഏരിയാസിൽ മാത്രമാണ് ഗ്രാസ് വാട്ടർ വേസ് നമുക്ക് കാണാൻ സാധിക്കുക. ബിക്കോസ് റൺ ഓഫിന്റെ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ചിട്ട് ഈ ഗ്രാസ്ഡ് വാട്ടർ വേ അല്ലെങ്കിൽ ഗ്രാസസിന് റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ കുറയും. അവിടെ ഇവൻച്വലി സോയിൽ ലോസ് സംഭവിക്കുകയും ഗ്രാസ് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ ലൈൻഡ് ഗ്രാസ് വാട്ടർ വേയിൽ ചെയ്യാറുള്ളത്. വി വിൽ സീ ഇൻ ദ അപ്കമിങ് സ്ലൈഡ്സ്. ഇനി എന്താണ് ഗ്രാസ്ഡ് വാട്ടർ വേസിന്റെ അഡ്വാൻറ്റേജ്? they will reduce run off velocity. Obviously അതൊരു ബാരിയർ പോലെ ആക്ട് ചെയ്യും. റൺ ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ വാട്ടറിന്റെ വെലോസിറ്റി അത് റെഡ്യൂസ് ചെയ്യും. ഇറോഷൻ കുറയും, കാരണം ഗ്രാസ്ഡ് ആണ്, കവേർഡ് ആണ്. there is a blanket for the soil, so erosion will be obviously less. filter സെഡിമെന്റിനേക്ക് ഫിൽറ്റർ ചെയ്യും. and then improves infiltration rate കൂടും, റൺ ഓഫ് കുറയും. ക്യാരി റൺ ഓഫ് വിതൗട്ട് കോസിങ് ഇറോഷൻ. ഓക്കെ, അതാണ് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട്. റൺ ഓഫ് സംഭവിക്കും, പക്ഷെ ഇറോഷൻ ഇല്ലാതെയാണ് റൺ ഓഫ് ഉണ്ടാകുക. ഇനി ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ഗ്രാസസ് ഫോർ ദീസ് ഗ്രാസ്ഡ് വാട്ടർ വേസ്? ബർമുഡ ഗ്രാസ്, ഗിനിയ ഗ്രാസ്, നേപ്പിയർ ഗ്രാസ്, വെട്ടിവർ. ഇതൊക്കെയാണ് സം ഓഫ് ദ സ്യൂട്ടബിൾ ഗ്രാസ്. എന്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു നാരോ ലീഫാണ് മറ്റേ ഇതിന്റെ ക്യാരക്ടർ. ഏതാ? സാൻഡ് ഡ്യൂൺ സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ ഈ ഗ്രാസ്ഡ് വാട്ടർ വേസിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഡെൻസ് റൂട്ട് ആയിരിക്കണം. റൂട്ട്സ് വളരെ ഡെൻസ് ആയിരിക്കണം. വൈ എന്ന് പറയുന്നത് ഇത് സോയിലിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്തിരിക്കണം, എങ്കിലേ ദേ ക്യാൻ റെസിസ്റ്റ് ദ സ്പീഡ് ഓഫ് വാട്ടർ. അല്ലെങ്കിൽ വാട്ടറിന്റെ കൂടെ ഇതും പോവും. ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കണം. എസ്റ്റാബ്ലിഷ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, എങ്കിലേ അത് ഇറോഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇറോഷനിൽ ഇത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ,
ഒരുപാട് സമയം എടുക്കും ഒരു പ്ലാന്റ് ഗ്രോ വരണമെങ്കിൽ. എസ്റ്റാബ്ലിഷിംഗ് ടൈം കൂടുതലാണെങ്കിൽ they cannot establish. Then tolerant to flowing water. Okay. ഇവിടെയും ലീഫ് ഏരിയക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വലിയ ലീഫുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ടോളറൻസ് കുറവായിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.